പ്രിയപ്പെട്ട സഹോദരന്മാരെ, കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത് ഒരാൾ മരണപ്പെട്ടാൽ മരണവാർത്ത കേൾക്കുമ്പോൾ എന്താണ് പറയേണ്ടത്, അതുപോലെ മരണ വീട്ടിലുള്ള നിലവിളിച്ചുള്ള അക്ഷമരായിട്ടുള്ള കരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിന്റെ വെളിച്ചത്തിൽ നമ്മൾ ചർച്ച ചെയ്തു. മയ്യത്തിന്റെ പേരിൽ അക്ഷമരാകുകയും അലമുറയിട്ട് അലറി വിളിച്ച് കരയുന്നതിൻ്റെ പേരിൽ മയ്യത്ത് ശിക്ഷിക്കപ്പെടുകയും അത് ജാഹിലിയ സംസ്കാരമാണെന്നും ഇസ്ലാമിക സംസ്കാരമല്ലെന്നും ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, നമ്മുടെ വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ മരണപ്പെടുന്ന സന്ദർഭത്തിൽ അവരോടുള്ള അടങ്ങാത്ത സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പേരിൽ അവർ വിട പറയുന്ന സന്ദർഭത്തിൽ നമ്മുടെ മനസ്സ് നോക്കും, കണ്ണതിൽ നിന്നും കണ്ണുനീർ ഒഴുകും, ഹൃദയം വിങ്ങും. ഇത് ഒരിക്കലും തെറ്റല്ല. കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നതിൻ്റെ പേരിലോ ഹൃദയവേദനയുണ്ടാകുന്നതിൻ്റെ പേരിലോ തേങ്ങിക്കരയുന്നതിൻ്റെ പേരിലോ മയ്യത്തൊരിക്കലും ശിക്ഷിക്കപ്പെടുകയില്ല. ഇതെല്ലാം പഠിപ്പിച്ചു തന്ന അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും അവിടുത്തെയുടെ പ്രിയപ്പെട്ട മക്കൾ മരണപ്പെട്ട സന്ദർഭത്തിൽ കരഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, നബിക്ക് 7 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്, 3 ആൺമക്കളും 4 പെൺമക്കളും. നബിയുടെ 3 ആൺമക്കളും വളരെ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു പോയി. ഇബ്രാഹിം, അബ്ദുള്ള, ആസിം എന്ന് പറയുന്ന 3 ആൺകുട്ടികൾ. നബി തങ്ങളുടെ വഫാത്തിന് ശേഷം ജീവിച്ചിരുന്ന ഒരേ ഒരു പെൺകുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. ബാക്കി 4 പെൺകുട്ടികളും സൈനബ്, റുഖയ്യ, ഉമ്മു കുൽസൂം, ഈ 3 പെൺമക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ മരണപ്പെട്ടു പോയവരാണ്. അങ്ങനെ 6 മക്കളുടെ ജനാസ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കാണേണ്ട, ഖബറടക്കേണ്ട ഒരു അവസ്ഥയുണ്ടായ ആളാണ് മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ പ്രിയപ്പെട്ട മകൻ ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടി മരണപ്പെട്ടു പോയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിങ്ങിപ്പൊട്ടി. തങ്ങളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ ചാലിട്ടൊഴുകി. ഹദീസിൽ കാണാം, ഫഅഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്രാഹിം, തങ്ങളുടെ മകൻ ഇബ്രാഹിമിന്റെ ചേതനയറ്റ ശരീരം, നിശ്ചലമായ ശരീരം പിതാവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമായി തങ്ങളിങ്ങനെ മാറോടെടുത്ത് അണച്ചു കൂട്ടി. ഫഅഖദ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്രാഹിമിനെ കോരിയെടുത്തു. പ്രവാചകൻ വാരിയെടുത്ത് തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഫഖബ്ബലഹു വശമ്മഹു. ഹദീസിൽ കാണാം, നിശ്ചേതനയറ്റ ചലനമറ്റ പ്രിയപ്പെട്ട മകന്റെ ജനാസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചുംബിച്ചു. വശമ്മഹു, ആ ശരീരം പ്രവാചകൻ വാസരിച്ചു. ഈ സമയത്ത് ഫജഅലത് ഐനാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തദ്രീഫാൻ, പ്രവാചകന്റെ 2 കണ്ണുകൾ ഇങ്ങനെ ഒഴുകുകയാണ്. തങ്ങൾക്ക് കരച്ചിൽ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. താടി രോമങ്ങളിലൂടെ കണ്ണുനീരിങ്ങനെ ചാരിട്ടൊഴുകുകയാണ്. ഇത് കണ്ടുകൊണ്ട് സഹാബാക്കളുടെ കൂട്ടത്തിൽ നിന്നും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന് പറയുന്ന സഹാബി ചോദിച്ചു, വഅന്ത യാ റസൂലല്ലാഹ്? ഫഖാല ഇബ്നു ഔഫ് ഇന്നഹാ റഹ്മ സുമ്മ അത്ബഖഹാ ഉഖ്റ.
അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, വ അന്ത യാ റസൂലല്ലാഹ്, നബിയെ താങ്കളും കരയുകയാണ്. ഒരാൾ മരിച്ചാൽ കരയരുത്, അക്ഷമരാകരുത്, കരച്ചിൽ നിയന്ത്രിക്കണം, ക്ഷമിക്കണമെന്ന് പഠിപ്പിച്ച നബിയെ താങ്കൾ കരയുകയാണോ എന്ന് ചോദിച്ചു. പ്രവാചകൻ പറഞ്ഞു, യബ്ന ഔഫ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, ഇന്നഹാ റഹ്മ സുമ്മ അത്ബഅഹാ ബിഉഖ്റ. ഈ കണ്ണുനീർ എൻ്റെ പ്രിയപ്പെട്ട മകനോടുള്ള കാരുണ്യത്തിന്റെ പേരിലുള്ള കണ്ണുനീരാണ്. എൻ്റെ പ്രിയപ്പെട്ട മകനോടുള്ള സ്നേഹത്തിന്റെ കണ്ണുനീരാണിത്. സുമ്മ അത്ബഅഹാ ബിഉഖ്റ. തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നതിന്റെ പേരിൽ, ഹൃദയത്തിന് വേദനയുണ്ടാകുന്നതിന്റെ പേരിൽ അല്ലാഹു ഒരിക്കലും ശിക്ഷിക്കുകയില്ല. ഇന്നൽ ഐന തദ്മഉ വൽ ഖൽബു യഹ്സുനു. ഹൃദയത്തിന് വേദനയുണ്ടാകും, കണ്ണിൽ നിന്നും കണ്ണുനീര് വരും. അല്ലാഹു ശിക്ഷിക്കുന്നത് വലാ തഖൂലു ഇല്ലാ മാ യർദാ റബ്ബുന. അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ്, കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ അലമുറയിട്ട് അക്ഷമരായി അട്ടഹസിച്ച് നിലവിളിക്കുന്നതിന്റെ പേരിലാണ് അല്ലാഹു ശിക്ഷിക്കുന്നത്. ഈ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നതിന്റെ പേരിലോ, തേങ്ങിക്കരയുന്നതിന്റെ പേരിലോ, ഹൃദയത്തിൽ വേദനയുണ്ടാകുന്നതിന്റെ പേരിലോ അല്ലാഹു ശിക്ഷിക്കുകയില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തേങ്ങിക്കരച്ച് അത് ഇസ്ലാം വിരോധിച്ച കാര്യമല്ല, നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യമല്ല. അത് മനുഷ്യ സഹജമായി പ്രിയപ്പെട്ടവരോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന ഒരു വികാരമാണ്. ഇവിടെ പ്രവാചകന്റെ മകൻ ഇബ്രാഹിം വഫാത്തായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത കാര്യം, ഒന്ന് പ്രവാചകൻ കരഞ്ഞു, പ്രവാചകന് കണ്ണുനീര് വന്നു. രണ്ടാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട മകനെ മുത്തിച്ചു. പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട മകന്റെ ജനാസ, ആ ജനാസയ്ക്ക് മുത്തം കൊടുത്തു, ചുംബിച്ചു ആ ജനാസ. അതുപോലെ ആ മയ്യത്തിനെ വാസനിച്ചു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾ മരണപ്പെട്ടാൽ ആ മയ്യത്തിനെ ചുംബിക്കാമോ? മയ്യത്തിനെ ചുംബിക്കാമോ? ഇസ്ലാമിക മാനം എന്താണ്? ഇസ്ലാമിന്റെ വിധി എന്താണ്? നമ്മൾ പഠിക്കണം. യജൂസു തക്ബീരു വജ്ഹിൽ മയ്യത്തി, മയ്യത്തിന്റെ മുഖം ചുംബിക്കൽ അനുവദനീയമാണ്. വദാലിക ബിത്തിഫാഖിൽ മദാഹിബിൽ അർബഅ, 4 മദ്ഹബുകളുടെ പണ്ഡിതന്മാരുടെ ഏകകണ്ഠമായ അഭിപ്രായത്തിൽ വേണ്ടപ്പെട്ടവരുടെ മയ്യത്തിനെ ചുംബിക്കൽ അനുവദനീയമാണ്. 4 മദ്ഹബുകൾ, ഹനഫി, മാലികി, ഷാഫിഈ, ഹംബലി. ഈ 4 മദ്ഹബുകളാണ് ലോകത്ത് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മളൊക്കെ ഹനഫി മദ്ഹബുകാരാണ് അല്ലേ? എല്ലാ മദ്ഹബിലും മയ്യത്തിനെ ചുംബിക്കൽ അനുവദനീയമാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ നാം മനസ്സിലാക്കേണ്ടത്, അനുവദനീയം മാത്രമാണ്, അതൊരു പുണ്യകർമ്മമല്ല. മയ്യത്തിനെ ചുംബിക്കുന്നതിന്റെ പേരിൽ നമുക്ക് പ്രതിഫലമൊന്നുമില്ല. അത് സുന്നത്തല്ല, പ്രതിഫലാർഹമായ കാര്യമല്ല, മറിച്ച് അനുവദനീയമായ കാര്യം മാത്രമാണ്. അനുവദനീയമായ കാര്യം മാത്രമാണ്. ബഹുമാനപ്പെട്ട നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലാ ഉസ്മാൻ ഇബ്നു മദ്ഊൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സഹാബിയാണ് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻഹു. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു മരണപ്പെട്ട സമയത്ത് വഹുവ മയ്യിത്തുൻ, അദ്ദേഹം മരണപ്പെട്ട സമയത്ത് ഫകശഫ അൻ വജ്ഹിഹി, അദ്ദേഹത്തിന്റെ മുഖത്തു നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുണി മാറ്റി, ആ കഫൻ തുണി മാറ്റി. പ്രവാചകന് കരച്ചിലുണ്ടായി. സുമ്മ ഖബ്ബല മാ ബൈന ഐനൈഹി, ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ നെറ്റിയിൽ, 2 കണ്ണുകളുടെ ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചുംബിച്ചു. അപ്പോൾ മയ്യത്തിനെ എവിടെയാണ് ചുംബിക്കൽ? നെറ്റിത്തടത്തിൽ, 2 കണ്ണുകളുടെ ഇടയിൽ ചുംബിക്കൽ അനുവദനീയമാണ് എന്ന് ഈ സംഭവത്തിൽ നിന്നും പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ധാരാളം സംഭവങ്ങളുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പുത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ സന്ദർഭത്തിൽ അക്ബര അബൂബക്കർ അലാ ഫറസിഹി മിൻ മസ്കനിഹി മിൻ സുൻജ് എന്ന് പറയുന്ന പ്രദേശത്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്. മദീനയ്ക്ക് അടുത്തുള്ള ഒരു പ്രദേശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരണവാർത്ത അറിഞ്ഞുകൊണ്ട് ഒട്ടകപ്പുറത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഓടി വരികയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിലേക്ക് ഓടി വന്ന് കയറി. ഫലം യുക്കല്ലിബിൻ നാസ്, പള്ളി നിറച്ച് സഹാബത്തുണ്ട്. പ്രവാചകന്റെ വിരഹ ദുഃഖത്താൽ പ്രയാസപ്പെട്ടിരിക്കട്ട് കഴിഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ട സഹാബാക്കളുണ്ട് മദീനത്തെ പള്ളിയിൽ. ആരോടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടിയില്ല. സുമ്മ ദഖല അലാ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുറിയിലേക്ക്, തന്റെ വീട്ടിലേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പ്രവേശിച്ചു. ഫതയമ്മമ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ മുസജ്ജം ബിബുർദി ഹിബ്റ. ഹിബ്ർ എന്ന് പറയുന്ന പ്രദേശത്ത് നിർമ്മിക്കപ്പെട്ട ഒരു പുതപ്പ് കൊണ്ട് പ്രവാചകന്റെ ജനാസ മുഴുവനായി മൂടപ്പെട്ടിരിക്കുകയായിരുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ ജനാസ അടിമുടി മൂടിയിടണം, തല മുതൽ കാല് വരെ മൂടിയിടണം. സന്ദർശകർ വരുമ്പോൾ ആവശ്യമെങ്കിൽ തുണി മാറ്റി കൊടുക്കണം. ഒരിക്കലും മയ്യത്തിന്റെ മുഖം സന്ദർശകർക്ക് വേണ്ടി തുറന്നിടാൻ പാടില്ല എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം മൂടപ്പെട്ട നിലയിലായിരുന്നു. ഫകശഫ അൻ വജ്ഹിഹി ثم അഖബ അലൈഹി ഫഖബ്ബലഹു ثم ബഖാ ഫഖാല ബി അബി അന്ത യാ നബി അല്ലാഹ്. പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ മുട്ടുകുത്തി വീണു. തന്റെ മുഖത്തു നിന്ന് തുണി മാറ്റി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചുംബിച്ചു. സുമ്മ ബഖാ, പ്രവാചകന്റെ വിയോഗത്തിൽ മനം നൊന്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നബിയെ, അങ്ങക്ക് അല്ലാഹു നിശ്ചയിച്ച മരണം താങ്കൾ ഭരിച്ചിരിക്കുകയാണ്. താങ്കൾക്ക് രണ്ട് മരണമില്ല, ഒരു മരണമാണ് താങ്കൾക്കുള്ളത്. ആ മരണം താങ്കൾ കൈവരിച്ചിരിക്കുന്നു എന്ന് വിങ്ങി പൊട്ടിക്കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് ആയിഷ റളിയല്ലാഹു തആല അൻഹ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പം മരണപ്പെട്ടവർ അവർ നമുക്ക് പ്രിയപ്പെട്ടവരാണെങ്കിൽ, നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളാണെങ്കിൽ, ഭാര്യ മരണപ്പെട്ടാൽ ഭർത്താവിന്, അതുപോലെ ഭർത്താവ് മരണപ്പെട്ടാൽ ഭാര്യയ്ക്ക്, മക്കൾക്ക്, അടുത്ത ബന്ധുക്കൾക്ക് മയ്യത്തിനെ ചുംബിക്കൽ അനുവദനീയമാണ്. ചുംബിക്കൽ സുന്നത്തല്ല, അനുവദനീയമായ കാര്യം മാത്രമാണ് എന്നെന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് മനസ്സിലാക്കണം. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, അപ്പം മരണപ്പെട്ടു, ബന്ധുമിത്രാദികളൊക്കെ കരയുന്നു. പിന്നെ അതൊക്കെയാണല്ലോ ഒരു മരണ വീട്ടിലുള്ള പ്രത്യേകമായ സാഹചര്യങ്ങൾ. നമ്മൾ ഈ മരണവാർത്ത അറിഞ്ഞ് മയ്യത്തിന്റെ വീട്ടിലേക്ക് ചെന്നാൽ, മരണ വീട്ടിലേക്ക് ചെന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ എന്ത് ചെയ്യണം? മയ്യത്ത് കണ്ട് അവിടെ കൂടി നിന്ന ആളുകളോട് രാഷ്ട്രീയം പറഞ്ഞ്, നാട്ടുവർത്തമാനങ്ങൾ പറഞ്ഞ്, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഈബത്തുകളോ പരദൂഷണങ്ങളോ പറഞ്ഞ് പിരിയലല്ല നമ്മളുടെ ബാധ്യത. നമ്മൾ ആ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാണ് നമ്മളെ പഠിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, അബൂ സലമ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സഹാബിയാണ്. അദ്ദേഹം മരണപ്പെട്ടു പോയ സമയത്തുണ്ടായ ചില സംഭവങ്ങൾ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച നമ്മൾ വിവരിച്ചു. അങ്ങനെ ബഹുമാനപ്പെട്ട അബൂ സലമ റളിയല്ലാഹു അൻഹു വഫാത്തായ വാർത്ത അറിഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബാദികളിൽപ്പെട്ട ചില ആളുകൾ വിങ്ങി കരയുകയായി, അലമുറയിട്ട് കരയുകയാണ്, അക്ഷമരായി കരയുകയാണ്. ആളുകൾ അട്ടഹസിച്ച് കരയുകയാണ്, വലിയ ശബ്ദത്തിൽ അലറി വിളിച്ച് കരയുകയാണ്. ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കരയരുത് നിങ്ങൾ, ഇത് തെറ്റാണ് എന്നവരെ ഉപദേശിച്ചു.
നിങ്ങൾ നല്ലത് പറ, നിങ്ങൾ ആ മയ്യത്തിന് വേണ്ടി, ആ മയ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, അട്ടഹസിച്ച് നിലവിളിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലുണ്ടായിരുന്ന ആളുകളെ ഉപദേശിച്ചു. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ സലമ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ദുആ ചെയ്യുകയാണ്. മരണ വീട്ടിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രവാചകൻ പ്രാർത്ഥിച്ചത്? അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമ വർഫഉ ദറജതഹു ഫിൽ മഹ്ദിയീൻ വഖ്ലുഫുഹു ഫീ അഖബിഹി അല്ലാഹുമ്മ വസ്സി ലഹു ഫീ ഖബരി വനവ്വിർ ലഹു ഫീഹി. നമ്മളൊന്ന് സൂചിപ്പിച്ചതാണ്. ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സലമ റളിയല്ലാഹു അൻഹു വഫാത്തായി കിടക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി മരണ വീട്ടിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവേ, അബൂ സലമയ്ക്ക് നീ പുറത്തു കൊടുക്കണമേ. സന്മാർഗചാരികളായ മഹത്തുക്കളുടെ കൂട്ടത്തിൽ അബൂ സലമയ്ക്ക് നാളെ സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനം കൊടുക്കണമേ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നീ പ്രതിനിധിയാകണമേ. അവരുടെ കാര്യങ്ങൾ നീ ഏറ്റെടുത്ത് നടത്തി കൊടുക്കണമേ. അദ്ദേഹത്തിന്റെ ഖബറിനെ നീ വിശാലമാക്കണമേ. അദ്ദേഹത്തിന്റെ ഖബറിനെ നീ പ്രകാശിപ്പിക്കണമേ എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതാണ് പ്രവാചകന്റെ മാതൃക. ഇതാണ് നമ്മൾ അനുവർത്തിക്കേണ്ടത്. നമ്മൾ കാലം ഇത്രയും ഒരാൾ മരണപ്പെട്ടാൽ നമ്മുടെ ബാധ്യത എന്നോണം നമ്മൾ ആ മരണ വീട്ടിൽ പോയി യാസീനുമായി മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അത് ഇസ്ലാമികമാണ്, സഹാബത്തിന്റെ ചര്യയാണ്, അല്ലാഹുവിന്റെ ഹബീബ് നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. ഹദീസിൽ കാണാം, ഇഖ്റഉ യാസീൻ അലാ മൗതാകും, മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി നിങ്ങൾ സൂറത്ത് യാസീൻ പാരായണം ചെയ്യണം. സൂറത്ത് യാസീൻ പാരായണം ചെയ്ത് മരണപ്പെട്ടു പോയ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അല്ലാതെ മരണപ്പെട്ടു പോയ വീട് സന്ദർശിച്ച് മയ്യത്തിനെ കണ്ടിട്ട് വെളിയിലിറങ്ങി കണ്ടവരോട് നാട്ടുവർത്തമാനം പറഞ്ഞ് കുശലം പറഞ്ഞ് പിന്നെ ഭൗതികമായ സംസാരങ്ങളിൽ ഇടപെട്ടിട്ട് വരലല്ല ഒരു സത്യവിശ്വാസിയുടെ ബാധ്യത എന്നെന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം. മരണപ്പെട്ടു പോയ ആൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അതുപോലെ നമ്മളൊരു മരണ വീട് സന്ദർശിക്കുമ്പോൾ നമ്മളൊക്കെ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ മയ്യത്തിനെ കുറിച്ച് നല്ലത് പറയുക. ഒരാൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അയാളുടെ തിന്മ പറഞ്ഞ് അയാളെ ആക്ഷേപിക്കാൻ പാടില്ല. അയാളിലുള്ള നന്മകൾ, അദ്ദേഹത്തിന്റെ ഗുണഗണങ്ങൾ, അദ്ദേഹത്തിന്റെ നല്ല പ്രവർത്തനങ്ങളെ കുറിച്ച് സംസാരിക്കണം. ഇദാ ഹദർതുൽ മരീദ അവൽ മയ്യിത ഫഖൂലു ഖൈറൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു രോഗിയെ നിങ്ങൾ സന്ദർശിച്ചാൽ അല്ലെങ്കിൽ ഒരു മരണ വീട്ടിൽ നിങ്ങൾ പോയാൽ ഫഖൂലു ഖൈറൻ, നിങ്ങൾ നല്ല വർത്തമാനമേ പറയാവൂ. അയാള് വെള്ളമടിച്ച് വഴി കിടന്നവരാണ്, അല്ലെങ്കിൽ തോന്നിയാസിയാണ്, അദ്ദേഹത്തിന്റെ ദുസ്വഭാവങ്ങൾ പറഞ്ഞ് ഒരിക്കലും ആ മയ്യത്തിനെ അവഹേളിക്കാൻ പാടില്ല. അയാൾ ചെയ്തത് ചെയ്തു, അത് അല്ലാഹുമായി അദ്ദേഹം തീർത്തോളും. മരണ വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ തിന്മകളെ കുറിച്ചും പറയാൻ പാടില്ല എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഒരു സംഭവമുണ്ട്. നബിയും സഹാബാക്കളും ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ വലിയൊരു സംഭവമാണ്, ചുരുക്കി പറയാം. നബിയും സഹാബത്തും കൂടി നിൽക്കുകയാണ്. ഒരാളുടെ ജനാസ ഖബറടക്കപ്പെടാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ തോളിലേറ്റി ഇങ്ങനെ വിലാപയാത്രയായി കടന്നു പോവുകയാണ്. ഇന്നയാളുടെ മയ്യത്താണ് ഈ കൊണ്ടുവരപ്പെടുന്നത് എന്നറിഞ്ഞുകൊണ്ട് സഹാബാക്കൾ അദ്ദേഹത്തിന്റെ നന്മകൾ, അദ്ദേഹത്തിന്റെ ഗുണഗണങ്ങൾ, അദ്ദേഹത്തിന്റെ നല്ല സ്വഭാവങ്ങളെ കുറിച്ച് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ വർണ്ണിക്കാൻ തുടങ്ങി, അദ്ദേഹത്തെ പുകഴ്ത്താൻ തുടങ്ങി സഹാബത്ത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിർബന്ധമായിരിക്കുന്നു. മറ്റൊരു സന്ദർഭത്തിൽ മറ്റൊരാളുടെ ജനാസ ഇങ്ങനെ ഇതുപോലെ കൊണ്ടുപോകപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ആളുകൾ അദ്ദേഹത്തിന്റെ തിന്മയെ കുറിച്ച് പറയാൻ തുടങ്ങി. മഹാപോക്രിയായ മനുഷ്യനാണ്, തെമ്മാടിയായി ജീവിച്ചവനാണ്,
ഇങ്ങനെ അദ്ദേഹത്തിന്റെ തിന്മയെ കുറിച്ച് ആളുകൾ പറയാൻ തുടങ്ങി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിർബന്ധമായിരിക്കുന്നു. സഹാബത്തിന് മനസ്സിലായില്ല എന്താണ് നിർബന്ധമായിരിക്കുന്നത്. പ്രവാചകൻ നിർബന്ധമായിരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് പ്രവാചകൻ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് സഹാബത്തിന് മനസ്സിലായില്ല. കൂട്ടത്തിലുണ്ടായിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, മാ വജബത് യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ എന്താണ് നിർബന്ധമായത്, എന്താണ് നിർബന്ധമായത് എന്ന് താങ്കൾ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അസ്നൈതും അലൈഹി ഖൈറാ, ആദ്യം ഒരു ജനാസ കൊണ്ടുപോകുമ്പോൾ ആ ജനാസയുടെ നന്മകളും അദ്ദേഹത്തിന്റെ ഗുണഗണങ്ങളും അദ്ദേഹത്തിന്റെ മഹത്വങ്ങളും നിങ്ങൾ ഇങ്ങനെ പാടി പറഞ്ഞില്ലേ? വജബതു ലഹുൽ ജന്ന, ആ മയ്യത്തിന് അല്ലാഹു സ്വർഗ്ഗം നിർബന്ധമാക്കിയിരിക്കുന്നു. നിങ്ങൾ നല്ല അഭിപ്രായം പറഞ്ഞ ആ മയ്യത്ത് നിങ്ങളുടെ വാക്ക് മുഖബലിക്ക് എടുത്തുകൊണ്ട് ആ മയ്യത്തിന് അല്ലാഹു സ്വർഗ്ഗം നിർബന്ധമാക്കിയിരിക്കുന്നു. മറ്റൊരു ജനാസ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തിന്റെ തിന്മയെ കുറിച്ചല്ലേ സംസാരിച്ചത്, അദ്ദേഹത്തിന്റെ ദുസ്വഭാവങ്ങളെ കുറിച്ചല്ലേ നിങ്ങൾ സംസാരിച്ചത്. ഞാൻ വജബത്ത് എന്ന് പറഞ്ഞാൽ വജബത്തു ലഹുൻ നാറു, അയാൾക്ക് അല്ലാഹു നരകം നിർബന്ധമാക്കിയിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരാൾ മരണപ്പെട്ടാൽ നമ്മൾ എന്താണോ ആ ജനാസയെ കുറിച്ചും മയ്യത്തിനെ കുറിച്ചും പറയുന്നത് അത് അല്ലാഹു മുഖബലിക്കെടുത്തുകൊണ്ട് നന്മയാണ് പറയുന്നതെങ്കിൽ അത് മുഖബലിക്കെടുത്തുകൊണ്ട് അല്ലാഹു സ്വർഗ്ഗവും, ഇനി ഒരു മയ്യത്തിനെ കുറിച്ച് തിന്മയാണ് നമ്മൾ പറയുന്നതെങ്കിൽ ആ നമ്മുടെ സംസാരം നമ്മൾ ആ മയ്യത്തിന് വേണ്ടി നടത്തുന്ന സാക്ഷിത്വമായി പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലാഹു ആ മയ്യത്തിന് നരകവും കൊടുക്കും. അതുകൊണ്ട് മരണപ്പെട്ടു പോയ ആളുകളെ കുറിച്ച്, അവരുടെ ദുഷ്ചെയ്തികളെ കുറിച്ചോ അവരുടെ തെറ്റുകളെ കുറിച്ചോ അവരുടെ ദുസ്വഭാവങ്ങളെ കുറിച്ചോ പറയാൻ പാടില്ലെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ മരണ വീട്ടിൽ പോകുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളെ കുറിച്ച് ഒരാൾ നല്ലത് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചേതനയേറ്റ ശരീരം 3 കഷ്ണം തുണിയിൽ പൊതിയപ്പെട്ട് പള്ളിക്കാട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജനാസ അവസാനമായി ഒന്ന് കാണാൻ, ഒരു നോക്ക് കാണാൻ വരുന്ന ആളുകൾ നമ്മളെ കുറിച്ച് നല്ലത് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? മാന്യമായിട്ട് ജീവിക്കണം, നന്നായി ഇടപെടണം ജനങ്ങളോട്, നല്ല സ്വഭാവം നമുക്കുണ്ടാവണം. നമ്മൾ സൽസ്വഭാവികളായി സത്യസന്ധരായി നമ്മൾ മാന്യന്മാരായി ജീവിച്ചാൽ തീർച്ചയായും മരണപ്പെട്ടു പോകുന്ന സന്ദർഭത്തിൽ നമ്മുടെ ചേതനയേറ്റ ശരീരം 3 കഷ്ണം വെള്ളത്തുണിയിൽ പൊതിയപ്പെട്ട് കിടക്കുന്ന സന്ദർഭത്തിൽ ആളുകൾ ഒരു നോക്ക് കണ്ടിട്ട് പറയും, നല്ല മനുഷ്യനായിരുന്നു, ഉപകാരിയായിരുന്നു, നിസ്കാരമുള്ള മനുഷ്യനായിരുന്നു, പാവമായിരുന്നു. ഇങ്ങനെ ആളുകൾ നമ്മുടെ നന്മകൾ പറയാൻ തുടങ്ങും. ആളുകൾ പറയുന്നത് മുഖബലിക്കെടുത്തുകൊണ്ട് അല്ലാഹു നമുക്ക് സ്വർഗ്ഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടല്ല പ്രിയപ്പെട്ടവരെ, നല്ലത് പറയിപ്പിക്കാൻ ശ്രദ്ധിക്കണം. നമ്മുടെ പ്രവാചകന്റെ ഹദീസിലുണ്ട്, നമ്മുടെ അയൽവാസികളിൽപ്പെട്ട 3 വീട്ടുകാർ ഒരാളെ കുറിച്ച് നല്ലത് പറഞ്ഞത് നല്ല മനുഷ്യനായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടാൽ ആ 3 വീട്ടുകാരുടെ വാക്ക് അല്ലാഹു പരിഗണിച്ചുകൊണ്ട് നല്ലവരുടെ കൂട്ടത്തിൽ ആ മയ്യത്തിനെ ഉൾപ്പെടുത്തി അല്ലാഹു അയാൾക്ക് സ്വർഗ്ഗം കൊടുക്കുമെന്നാണ് ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് 2 കാര്യങ്ങളാണ്. ഒന്ന്, നന്നായി ജീവിക്കുക, എല്ലാവരെ കൊണ്ടും നല്ലത് പറയിപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. 2ാമത്തെ കാര്യം, മരണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ മയ്യത്തിന്റെ തെറ്റുകൾ, ആ മയ്യത്തിന്റെ തിന്മകൾ പറയാതിരിക്കുക. ലാ തസുബ്ബുൽ അംവാത്, മരണപ്പെട്ടു പോയവരെ നിങ്ങൾ അധിക്ഷേപിക്കരുത്, അവരെ കുറിച്ച് അസഭ്യം പറയരുത്, അസംബന്ധം പറയരുത്. ഫഇന്നഹും ഖദ് അഫ്ളൂ ഇലാ മാ ഖദ്ദമു, അല്ലാഹു തീരുമാനിച്ചതിലേക്ക് അവർ മുൻകടന്നു പോയിരിക്കുകയാണ്. നല്ലവരാണെങ്കിൽ സ്വർഗത്തിലേക്കും മോശപ്പെട്ടവരാണെങ്കിൽ നരകത്തിലേക്കും അവർ പോയിരിക്കുകയാണ്. അതുകൊണ്ട് മരണപ്പെട്ടു പോയ ആളുകളെ കുറിച്ച് അസഭ്യം പറയാൻ പാടില്ല, അവരുടെ തെറ്റുകൾ പറയാൻ പാടില്ല.
വഖുഫു അൻ മസാബീഹിം. പ്രവാചകൻ പറഞ്ഞു, മരണപ്പെട്ടു പോയവരുടെ നന്മകൾ നിങ്ങൾ പറയണം, അവരുടെ ഗുണങ്ങൾ പറയണം, അവരുടെ സൽസ്വഭാവത്തെ കുറിച്ച് പറയണം, അവരുടെ തിന്മകളെ കുറിച്ച് നിങ്ങൾ മിണ്ടരുത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്.